ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ അവിടുത്തെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി സ്തുതിക്കാനായി ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതാ ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ കൂടെ കുറച്ച് കൊച്ചു മിടുക്കികളുണ്ട്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ഓൾ. ഹലോ. ഇതാരൊക്കെ വന്നിരിക്കുന്നേ? നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? എന്താ മോളുടെ പേര്? റോസ്മോൾ ജോബി. റോസ്മോൾ. മോൾ എവിടുന്നാ വരുന്നേ? കോട്ടയം ജില്ലയിൽ നിന്ന്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 6th. ഓക്കെ. അപ്പൊ സ്കൂളിൽ പാട്ടൊക്കെ പാടാറുണ്ടോ? ഇന്ന് ഏത് പാട്ടാ മോൾ ഇവിടെ പാടുന്നേ? കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മേഘ്നക്കുട്ടിയുടെ ഒരു പാട്ടാണല്ലേ? അപ്പൊ ഈ പാട്ടില് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടോ മോള്? ആക്ഷൻസ് ഒക്കെ എടുത്തിട്ടാണോ പാടുന്നത്? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ വീട്ടിൽ നന്നായിട്ട്? ഓക്കെ മോളെ. എന്താണ് മോളുടെ പേര്? അലോഡിയ. അലോഡിയ. അലോഡിയ എവിടുന്നാ വരുന്നേ? വയനാട്. ഏത് ക്ലാസ്സിലാ മോള് പഠിക്കുന്നേ? 5th. ആണോ? ഏത് സ്കൂളിലാ? ഓത്സീലിയം. ഓക്കെ. ഏത് പാട്ട് മോൾ ഇന്ന് ഇവിടെ പാടുന്നേ? ശാലിനിയാമൻ പ്രാവേ. മാതാവിന്റെ ഒരു പാട്ടാണല്ലേ? ഓക്കെ. അപ്പൊ ഒത്തിരി ഇഷ്ടപ്പെട്ട് വന്നാണ് ഇവിടെ. ആ ഒരു ചിരി ഉണ്ടല്ലോ മുഖത്ത് നന്നായിട്ട്. അപ്പൊ വീട്ടില് TV-യിൽ നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ ഇതിനു മുന്നേ? ഉണ്ടല്ലേ? അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാണ്. ഓക്കെ മോളെ. ഹലോ. എന്താ മോളുടെ പേര്? അലോഹ. അലോഹ എവിടുന്നാ വരുന്നേ? പൊൻകുന്ന. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? സെന്റ് ആന്നീസ് പബ്ലിക് സ്കൂൾ ആനക്കൽ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിലാണല്ലേ? അപ്പൊ സ്കൂളിൽ ഒരുമിച്ച് നിങ്ങൾ പാട്ടൊക്കെ പാടാറുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. ഇന്ന് ഏത് പാട്ടാ മോൾ ഇവിടെ പാടുന്നത്? ഉരുകി ഉരുകി തീർന്നിടാം. ഓക്കെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്. മോൾക്ക് അറിയോ ഇത് വിശുദ്ധ കുർബാനയുടെ ഏത് സമയത്ത് പാടുന്ന പാട്ടാന്ന്? വിശുദ്ധ കുർബാന സ്വീകരണത്തിന്. മിടുക്കി. ഓക്കെ. അപ്പൊ 3 പേരും പാട്ടൊക്കെ പഠിച്ച് തകർക്കാൻ റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവർ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ട്രയോ പാടുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരും കൂടെ ഉണ്ട്. ഹലോ. 3 പേരും ബ്ലാക്ക് ഒക്കെ ഇട്ട് അടിപൊളിയാണല്ലോ. ഓക്കെ. അബിത ഇതിന് മുന്നേ പാടിയിട്ടുണ്ടല്ലേ? അപ്പം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താവും? എൻ്റെ പേര് സ്റ്റെനിൽ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഓക്കെ. ചേട്ടൻ വർക്ക് ചെയ്യുകയാണോ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഓക്കെ. എൻ്റെ പേര് റാണി മരിയ തങ്കച്ചൻ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. എന്ത് ചെയ്യുന്നു? ടീച്ചറായിട്ട്, മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അടിപൊളി. അപ്പം നിങ്ങൾ 3 പേരും ചേർന്ന് ഏത് പാട്ടാണ് പാടുന്നത്? തിരുനാമ കീർത്തനം പാടുന്നത്. ഒരുപാട് പഴയൊരു പാട്ടില്ലേ? പ്രത്യേകിച്ച് ആ പാട്ടിനൊരു ഫീലുണ്ട്. നമ്മളിങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ആ പാട്ട് കേട്ടാൽ വല്ലാത്തൊരു എനർജി നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടല്ലേ? ഓക്കെ. അപ്പം റെഡിയാണ് 3 പേരും തകർക്കാനായിട്ട്. ഓൾ റൈറ്റ്. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും എന്നൊരു പാട്ടാണ്. ആൻഡ് ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് ഫാദർ റോയ് കണ്ണഞ്ചിറയാണ്. ആൻഡ് ഇത് പാടിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ്, മേഘ്ന സുമേഷ്. ആൻഡ് ഹോളി ബീറ്റ്സിൻ്റെ വേദിയിൽ ഈ പാട്ട് പാടുന്നത് നമ്മുടെ റോസ്മോൾ ആണ്. സോ ലെറ്റ്സ് എൻജോയ്. ചങ്ക് ചക്കച്ച ചങ്ക് ചക്കച്ച ചങ്ക് ചക്കച്ച ചക്ക ചങ്ക് ചക്കച്ച. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ചങ്ക് ചക്കച്ച ചങ്ക് ചക്കച്ച. മരുഭൂമി
മോളുടെ ഒരു അടിപൊളി പാട്ടിന് ശേഷം ഇനി അടുത്തതായി ഹോളി ബീറ്റ്സിൽ അലോഡിയാണ് പാടാനെത്തുന്നത്. ഡോക്ടർ സിസ്റ്റർ ആൻഡ്രൂസ് എഴുതി മരിയ കോലടി ആലപിച്ച ശാലിനിയാകുന്ന വെൺപ്രാവ് എന്ന മനോഹര ഗാനമാണ് അലോഡി ആലപിക്കുന്നത്. നമുക്ക് ആസ്വദിക്കാം.
അടുത്തതായി ഇനി ഹോളി ബീറ്റ്സിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പാട്ടാണ് ഉരുകി ഉരുകി തീർന്നിടാം. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയത്തൊക്കെ നമ്മൾ പള്ളിയിൽ പാടാറുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് സുമേഷ് കുട്ടിക്കലാണ്, പാടിയിരിക്കുന്നത് അന്ന ബേബിയാണ്. നമുക്ക് ആസ്വദിക്കാം. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്തതായി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് തിരുനാമ കീർത്തനം പാടുവാൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് ഫാദർ മൈക്കിൾ പനച്ചിക്കലാണ്. നമ്മൾ പനച്ചിക്കൽ അച്ഛൻ എന്നൊക്കെ പറയും. ആൻഡ് പാടിയിരിക്കുന്നത് രാധിക തിലക്കാണ്. ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് 3 പേരാണ്: സ്റ്റെനിൽ, റാണി മരിയ ആൻഡ് അബിത. സോ ലെറ്റ്സ് എൻജോയ്.
തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാൻ. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാൻ. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു മനോഹരമായ അധ്യായം നമ്മൾ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഇതേപോലെ ദൈവാനുഭവത്തിലേക്ക് ആത്മീയമായി നമ്മളെ ഉണർത്തുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആൻഡ് ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ഗാനങ്ങൾ ആസ്വദിക്കാൻ ഷാലോം ടിവിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാവുന്നതാണ്. So thank you so much for watching and stay tuned to Holly Beats.